വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മനുഷ്യ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്ന പ്രേരക ശക്തികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രത്യാശ. ഒരു കൃഷിക്കാരൻ അധ്വാനിക്കുന്നതും വ്യാപാരി തൻ്റെ ബിസിനസ് നടത്തുന്നതും വിദ്യാർത്ഥി പഠിക്കുന്നതുമെല്ലാം തങ്ങളുടെ പ്രയത്നത്തിന് ഫലം ഉണ്ടാകും എന്നുള്ള പ്രത്യാശയിലാണ്. അതായത് നന്മ ഉണ്ടാകുമെന്നുള്ള സന്തോഷകരമായ പ്രതീക്ഷയാണ് പ്രത്യാശ. 1 Corinthians 13:13 ക്രിസ്ത്യ ജീവിതത്തിൽ നിലനിൽക്കേണ്ടുന്ന 3 അവസ്ഥകളെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ലവ്. പ്രത്യാശയുടെ ചില വശങ്ങളെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ ചിന്തിക്കാം. 1. പ്രത്യാശ ദൈവത്തിൽ അധിഷ്ഠിതമാണ്. കൊലോസ്യർ 1:27 പൗലോസ് പറയുന്നത്, മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ക്രൈസ്റ്റ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. അതായത് വിശ്വാസികളിൽ വസിക്കുന്ന ക്രിസ്തുവാണ് പ്രത്യാശ നൽകുന്നതും പ്രത്യാശയിൽ നമ്മെ സജീവമായി നിലനിർത്തുന്നതും. 1 തെസ്സലോനിക്കർ 5:8 പ്രത്യാശ ശിരസ്ത്രമായി, ഹെൽമെറ്റ് എന്ന് പറയുന്നുണ്ട്. അപകട അവസ്ഥയിൽ നിന്ന് തലയെ സൂക്ഷിക്കുന്ന ഹെൽമറ്റ് പോലെ പാപ അവസ്ഥയിൽ നശിച്ചു പോകാതെ നമ്മെ നിലനിർത്തുന്നത് രക്ഷയെക്കുറിച്ചുള്ള പ്രത്യാശയാണ്. എബ്രായർ 6:19 പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ നങ്കൂരം, ആങ്കർ ആകുന്നു എന്ന് പറയുന്നു. തിരകൾ ആഞ്ഞടിക്കുമ്പോൾ ഉണ്ടാകുന്ന കടലിൻ്റെ മർദ്ദത്തിന് വിധേയമാകുന്ന കപ്പലിനെ നങ്കൂരം ഉറപ്പിച്ചു നിർത്തുന്നത് പോലെ ഈ ലോക ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂലങ്ങളിൽ തകർന്നു പോകാതെ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നതും രക്ഷപ്പെട്ടു എന്നുള്ള നിശ്ചയവും പ്രത്യാശയും ആണ്. ഒരിക്കൽ ഒരു വ്യാപാരിയുടെ വ്യാപാര സ്ഥലവും സകലതും അഗ്നിയിൽ കത്തി അമർന്നു. പിറ്റേ ദിവസം കട നിന്നിരുന്ന സ്ഥാനത്ത് താൻ ഒരു ബോർഡ് എഴുതി സ്ഥാപിച്ചു, എവറിത്തിങ് ലോസ്റ്റ് എക്സെപ്റ്റ് ഹോപ്പ്. ബിസിനസ് വിൽ ബി റെസ്യൂംഡ് ആസ് യൂഷ്വൽ ടുമോറോ. ഇതുതന്നെയാണ് ദൈവത്തിൽ അധിഷ്ഠിതമായ പ്രത്യാശ. 2. പ്രത്യാശ ഭാവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യെശയ്യാവ് 2:2-3 വാക്യങ്ങളിൽ യെശയ്യാവ് അന്ത്യകാലത്തെക്കുറിച്ച് വിഭാവനം ചെയ്തുകൊണ്ട് പറയുന്നത്, ദൈവം സകലതും നിയന്ത്രിക്കുകയും എല്ലാവരും ദൈവഭരണം അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടാകും. അന്ന് സകല ജാതികളും വംശങ്ങളും ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുകയും യഹോവയുടെ ഉപദേശം സ്വീകരിച്ച് അവൻ്റെ വചനപ്രകാരം നടക്കുകയും ചെയ്യും. യുദ്ധോപകരണങ്ങളെല്ലാം അന്ന് സമാധാനപരമായി ജീവിതത്തിനുള്ള ഉപകരണമായി രൂപാന്തരപ്പെടുത്തും. ഇവിടെ ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയാണ് പ്രവാചകൻ നൽകുന്നത്. മർക്കോസ് 13:24 മുതൽ 27 വാക്യങ്ങളിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ യുഗാന്ത്യത്തിൽ ഈ സമാധാന അനുഭവത്തിലേക്ക് എല്ലാവരെയും കൂട്ടിച്ചേർപ്പാൻ കർത്താവ് വരും എന്നുള്ള പ്രത്യാശയാണ് നൽകുന്നത്. കർത്താവിൻ്റെ വരവ് വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യാശയാണ്. തൻ്റെ വൃതന്മാരെ കൂട്ടിച്ചേർക്കുന്നതിന് കർത്താവ് വീണ്ടും വരും. ഈ കൂട്ടിച്ചേർക്കലിനെ കുറിച്ച് വെളിപ്പാട് 7:9 പറയുന്നത്, സകല ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഉള്ളതായി ആർക്കും എണ്ണി പൂർത്തീകരിക്കുവാൻ സാധിക്കാത്ത പുരുഷാരം എന്നാണ്. അന്ന് കൂട്ടിച്ചേർക്കുന്ന തൻ്റെ വൃതന്മാരുടെ കൂട്ടത്തിൽ ഞാനും കാണും എന്ന പ്രത്യാശ നമുക്ക് ഉണ്ടോ? 3. പ്രത്യാശയിൽ ജീവിക്കുന്ന വിശ്വാസിയുടെ ഇന്നത്തെ ചുമതല. ഈ ലോകവുമായി ബന്ധമില്ലാത്ത ഭാവി പ്രത്യാശ വെറും മറുലോകപരമാണ്. ഈ ലോകത്തിൽ നിർവഹിക്കേണ്ട ചില ചുമതലകളാണ് നമ്മെ ഭാവി പ്രത്യാശയിൽ നിലനിൽക്കുന്നതിന് സഹായിക്കുന്നത്. ഭാവി പ്രത്യാശയിൽ നിലനിൽക്കുന്നവർ സഹോദരവർഗത്തോടുള്ള ബന്ധം ശരിയായി സൂക്ഷിക്കണം. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ നൽകുന്ന ചിന്ത, ഐകമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവരും മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരും ആയിരിക്കണമെന്ന 3-ാം അധ്യായം 8-9 വാക്യങ്ങൾ. കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന നമ്മിൽ ഈ ഗുണങ്ങളുണ്ടോ? മറ്റുള്ളവരോടുള്ള ബന്ധം ശരിയാക്കി സമാധാന അനുഭവത്തിൽ നിലനിൽക്കാതെയുള്ള പ്രത്യാശയ്ക്ക് ഒരു പ്രയോജനവുമില്ല. നമ്മൾ ഈർഷ്യയും പിണക്കവുമാണ് ഉള്ളതെങ്കിൽ നാം ആത്മീകരല്ല
ജഡികരാണ്. നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. നാം ആത്മീകരോ ജഡികരോ? ഭാവി പ്രത്യാശയാണ് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ നമ്മെ സഹായിക്കുന്നത്. ഇവിടെ കഷ്ടത അനുഭവിക്കുമ്പോൾ ഇതിനപ്പുറമായി നിത്യതയിൽ കണ്ണുനീരില്ലാത്ത വേദനയില്ലാത്തൊരു അനുഭവം ഉണ്ടെന്നുള്ള പ്രത്യാശയിൽ കഷ്ടതകളെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് കഴിയണം. ജസ്റ്റിൻ മാർട്ടിനെ വധിക്കുന്നതിന് മുൻപായി ന്യായാധിപൻ ഒരു ചോദ്യം ചോദിച്ചു: നീ ദൈവത്തിൻ്റെ പ്രതിഫലം പ്രാപിക്കുവാനായി സ്വർഗത്തിൽ പോകുമെന്ന് ഊഹിക്കുന്നുണ്ടോ? മാർട്ടിൻ പറഞ്ഞു, സ്വർഗത്തിൽ പോയി പ്രതിഫലം പ്രാപിപ്പാൻ പോകും എന്നത് എൻ്റെ ഊഹമല്ല, അത് ഞാൻ പൂർണ്ണമായി പ്രത്യാശിക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള ഈ നിശ്ചയമാണ് നമുക്ക് വേണ്ടത്. കർത്താവേ, ഈ ലോകത്തിലെ ചുമതലകൾ പൂർത്തീകരിച്ച് സ്വർഗത്തിലെ പ്രതിഫലത്തിനായി കാത്തിരിക്കുന്നതിനുള്ള പ്രത്യാശ എനിക്കും നൽകണമേ. ആമേൻ.